എൻ്റെ പേര് ഫിദ. ഞാനിവിടെ എടുക്കാൻ പോകുന്ന ടോപ്പിക് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ഓൺ അഡോളസൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ നമുക്കറിയാം, കണ്ടന്റുകൾ ഷെയർ ചെയ്യുന്നതിനും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റികൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു കളക്ഷൻ ഓഫ് പ്ലാറ്റ്ഫോംസിനെയാണ് നമ്മൾ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് യൂത്തിനടക്കും അതുപോലെ തന്നെ അഡോളസൻസിനടക്കുമാണ്. പിന്നെ സോഷ്യൽ മീഡിയ അഡോളസൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിന് പ്രധാനമായ 3 തരത്തിലുള്ള വശങ്ങളാണുള്ളത്. ഒന്നാമതായിട്ട് റാപ്പിഡ് ഗ്രോത്ത്. എല്ലാവരും അട്രാക്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയുടെ ആ ഒരു പെട്ടെന്നുള്ള ഒരു ദ്രുതഗതിയിലുള്ള വളർച്ചയാണ്. അതായത് നമുക്കിപ്പോൾ അറിയാം, എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും നമുക്ക് ലഭിക്കുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ്. യൂട്യൂബ് ആവട്ടെ, ട്വിറ്റർ ആവട്ടെ, അതുപോലെ ഫേസ്ബുക്ക് ആവട്ടെ, ഇൻസ്റ്റാഗ്രാം ആവട്ടെ, നമ്മുടെ സോഷ്യൽ ലൈഫ് തന്നെ അതുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ അഡോളസൻസ് അതുപോലെ തന്നെ യൂത്തിനെല്ലാം ഈ ഒരു സോഷ്യൽ മീഡിയ കൂടുതലായിട്ടും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. ഇനി അടുത്തതായിട്ട് കോൺസ്റ്റന്റ് എവല്യൂഷൻ. അതായത് 10 years പിന്നിലുള്ള ആ ഒരു ടെക്നോളജി അല്ല ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കമ്പ്യൂട്ടർ ഒരു റൂം നിറയെ വൈഡായിട്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം, കമ്പ്യൂട്ടർ അതുപോലെ തന്നെ നമ്മുടെ ഫോൺസ് എല്ലാം സ്മാർട്ട് ഫോണുകളായിരിക്കുകയാണ്. അതുപോലെ തന്നെ നിരവധി അപ്ഡേഷൻസും കാര്യങ്ങളും ആപ്സുകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ടെക്നോളജി എത്രത്തോളം ഡെവലപ്പ് ചെയ്തു പോകുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതും എന്താണ്, അവരുടെ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അടുത്തതായിട്ട് ലോങ് ടേം ഇമ്പാക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതായത് സോഷ്യൽ മീഡിയ ഒരു വ്യക്തിയിൽ ഉണ്ടാക്കുന്ന എത്രത്തോളം ഇമ്പാക്ട്സ്, അതായത് പോസിറ്റീവ് ഇമ്പാക്ട്സ് ആവാം, നെഗറ്റീവ് ഇമ്പാക്ട്സ് ആവാം. ഇപ്പോൾ സോഷ്യൽ മീഡിയ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം, അയാൾക്ക് മീഡിയ ലിറ്ററസി, ഒരു മീഡിയയെ പറ്റിയിട്ടുള്ളൊരു മൊത്തത്തിലൊരു അറിവുണ്ടാവും. അതുപോലെ തന്നെ മറ്റു പൊതു കാര്യങ്ങൾക്കെല്ലാം സോഷ്യൽ അവയർനെസ് അയാളിൽ ഉണ്ടാവും. എന്നാൽ അതേ ടൈമിൽ തന്നെ അതിന് നെഗറ്റീവ് ഇമ്പാക്ട്സും എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവ് ഇമ്പാക്ട്സ് എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ കൂടുതലായിട്ട് ഇൻഫ്ലുവൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ പറ്റുമെങ്കിലും അതൊരു ലോൺലിനെസ്സിലേക്കും മറ്റ് ഡിപ്രഷനിലേക്കും ഇത് നയിക്കുന്നുണ്ട്. അതായത് നമ്മൾ ചുറ്റും ആൾക്കാരുമായിട്ട് ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷന് അവിടെ ഇല്ലാതാകുന്നത്. അതായിട്ട് പറയാൻ പോകുന്നത് സോഷ്യൽ മീഡിയ വഴി ഉണ്ടാകുന്ന പോസിറ്റീവ് ഇമ്പാക്ട്സുകളെ പറ്റിയാണ്. അതായത് നമുക്കൊരു സോഷ്യൽ കണക്ടിവിറ്റി ഉണ്ടാക്കിയെടുക്കാനാണ് സോഷ്യൽ മീഡിയ വഴി സാധിക്കും. അതായത് നമ്മുടെ ആ ഒരു ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റിലേറ്റീവ്സിനും നമ്മുടെ ഫോട്ടോസ്, വീഡിയോസ്, മറ്റെല്ലാ ഇൻഫോർമേഷൻസും നമുക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇവർക്ക് മാത്രമായിട്ടല്ല, നമ്മൾ ലോകത്തിൽ തന്നെ എല്ലാവരുമായിട്ടൊന്ന് മിങ്കിൾ ചെയ്യാനും നമ്മുടെ ഒരു എക്സ്പ്രഷൻസും മറ്റും ഷെയർ ചെയ്യാനും ഇതുമായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് പറയാനുള്ളത് സെൽഫ് എക്സ്പ്രഷനെ പറ്റിയിട്ടാണ്. അതായത് നമുക്ക് എല്ലാവർക്കും ഈ സോഷ്യൽ മീഡിയ വഴി നമ്മുടെ പെർസ്പെക്റ്റീവ്സ് ആയാലും മറ്റെന്ത് കാര്യങ്ങളായാലും നമ്മുടെ ഫോട്ടോസും വീഡിയോസും അങ്ങനെയായിട്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും അവർക്ക് അതിനുള്ള മറുപടികൾ നൽകാനുള്ള ഒരു ഇത് തരുന്നുണ്ട്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത് റിസോഴ്സസിനെ പറ്റിയിട്ടാണ്. അതായത് സോഷ്യൽ മീഡിയ നമുക്ക് എല്ലാ തരത്തിലുള്ള റിസോഴ്സസും പ്രൊവൈഡ് ചെയ്യുന്നത്. അത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടായാലും ഇപ്പോൾ ഒരു റിസർച്ച് ചെയ്യാനാണെങ്കിലും എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസ്, ഇപ്പോൾ അടുത്തതായിട്ട് റീസെൻ്റായിട്ട് വന്നിട്ടുള്ള ChatGPT പോലുള്ള ആപ്സുകളാണെങ്കിലും നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും വേഗത്തിലുള്ള ഇൻഫോർമേഷൻസും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അടുത്തതായിട്ട് സോഷ്യൽ മീഡിയ നമ്മളിൽ ഉണ്ടാക്കിയെടുക്കുന്ന നെഗറ്റീവ് ഇമ്പാക്ട്സിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ മെൻ്റൽ ഹെൽത്ത്, നമ്മുടെ ഒരു മാനസിക ആരോഗ്യത്തെ ഇത് നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് ഉറക്കക്കുറവ്, അതുപോലെ തന്നെ ആൻസൈറ്റി, ഡിപ്രഷൻ പോലുള്ള പല തരത്തിലുള്ള പ്രത്യാഘാതങ്ങളും ഇതുപോലെ ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, സോഷ്യൽ മീഡിയ മൂലം നമ്മുടെ ഫേസ് ടു ഫേസ് ഇന്ററാക്ഷൻസ് ഇല്ലാതാവുകയാണ്. അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് പറയുന്നത് സൈബർ ബുള്ളിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഈ സൈബർ ബുള്ളിങ്ങിന് അഡോളസൻസും ഇരയാകുന്നുണ്ട്. പലപ്പോഴും അവർ ഫോട്ടോസ് അല്ലെങ്കിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിന് കമന്റിലായിട്ട് ഒരുപാട് അവരുടെ ബോഡി എക്സ്പോഷറിനെ പറ്റിയിട്ടും മറ്റുമായിട്ട് പലതരത്തിലുള്ള മോശപ്പെട്ട കമന്റ്സും അവർക്ക് നേരിടേണ്ടി വരുന്നുണ്ട്. ഇതിനുള്ള റിയാക്ഷൻസ് അവർ തരുന്നുണ്ടെങ്കിൽ പോലും ഇതൊരു പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവ് ഇതായിട്ട് സോഷ്യൽ മീഡിയ വഴി ഉണ്ടാകുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് കമ്പാരിസൺസ്. നമ്മൾ സോഷ്യൽ മീഡിയ വഴി മെയിനായിട്ടും നമ്മൾ സോഷ്യൽ ഇൻഫ്ലുവൻസിനെയാണ് കാണുന്നത്. സോഷ്യൽ ഇൻഫ്ലുവൻസിനെ കാണുമ്പോൾ അവരുടെ ആ ഒരു സോഷ്യൽ ലൈഫും നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നില്ല. അതായത് റിയൽ ലൈഫ് വേഴ്സസ് റിയൽ ലൈഫ് എന്നാണ്. അതായത് അവരുടെ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവരുടെ ഒരു ബോഡി ഇമേജ് എങ്ങനെ ഇരിക്കുന്നു, അവരുടെ പേഴ്സണാലിറ്റി എങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഇമിറ്റേഷൻസ് നമുക്കിടയിൽ വരികയാണ്. അപ്പോൾ നമുക്കും അതുപോലെ ആവണം എന്നതിനേക്കാൾ ഉപരി എനിക്ക് അവരുടെ അത്ര പണമില്ലല്ലോ, അത്തരത്തിലുള്ളൊരു അവരുടെ അത്ര ഒരു സൗന്ദര്യം ഇല്ലല്ലോ, അങ്ങനെ ഒരു കമ്പാരിസൺ നമുക്കിടയിൽ ഉളവാക്കും. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട്സുകളിൽ വരുന്നത്.
നമ്മളിവിടെ പറയാൻ പോകുന്നത് അഡോളസെൻസിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസസിനെ കുറിച്ചിട്ടാണ്. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പിയർ പ്രഷർ എന്നുള്ളത്. അഡോളസെൻസിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് അവരുടെ പിയർ ഗ്രൂപ്പ് തന്നെയാണ്. സ്വന്തം ഫാമിലിയിലേക്ക് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുക പിയർ ഗ്രൂപ്പിനാണ്. പിയർ ഗ്രൂപ്പിൽ ഒരു സ്ഥാനം നേടാനാണ് അവർ കാര്യമായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ ഗ്രൂപ്പിൽ ഒരു ഹയർ പൊസിഷൻ നിൽക്കാനും അവരുടെ ഇടയിൽ അവരുടെ ഒപ്പം നിൽക്കാനൊക്കെ വേണ്ടിയിട്ട് ഗ്രൂപ്പിന്റെ ഒരു പ്രഷർ കാരണം അവർ സബ്സ്റ്റൻസ് യൂസ് തുടങ്ങും. അടുത്തതാണ് സെൽഫ് എസ്റ്റീം എന്നുള്ളത്. തനിക്ക് തന്നെ കുറിച്ചുള്ള വിലയിരുത്തലാണ് സെൽഫ് എസ്റ്റീം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ലോ സെൽഫ് എസ്റ്റീം ഉള്ള ആള് എങ്ങനെയായിരിക്കും വെച്ചാല് അവരുടെ പരാജയങ്ങളെ കുറിച്ച് വളരെ ഉത്കണ്ഠ ഉള്ളവരായിരിക്കും. അതുപോലെ തന്നെ അവരെപ്പോഴും പെർഫെക്ഷൻ ആയിരിക്കാൻ ശ്രമിക്കും. അപ്പൊ ഇങ്ങനെ ആ ഒരു പരാജയത്തെ കുറിച്ചുള്ള ഉത്കണ്ഠയും പെർഫെക്ഷനുള്ള ശ്രമിക്കലുള്ള പരാജയവും അങ്ങനെയൊക്കെ എങ്ങനെയാ വെച്ചാല് അവരെ ഡിപ്രഷനിലേക്ക് നയിക്കും. ഇതുവരെ ഇത്തരത്തിലുള്ള സബ്സ്റ്റൻസ് അബ്യൂസസിലേക്ക് നയിക്കും. അതുപോലെ അടുത്തൊന്നാണ് സ്ട്രെസ് എന്നുള്ളത്. അഡോളസൻസ് എന്നുള്ളത് പീരിയഡ് ഓഫ് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ സ്ട്രെസ് കുറച്ച് കുറയാൻ വേണ്ടിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ചെറുതായിട്ടൊന്നൊരു സബ്സ്റ്റൻസ് യൂസ് ചെയ്യും. പിന്നീട് അവരുടെ ഓരോ ചെറിയ സ്ട്രെസ്സിനും സബ്സ്റ്റൻസ് യൂസ് ചെയ്ത് അതിൽ അഡിക്റ്റ് ആയി മാറുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ലോ ഫാമിലി ആയിട്ട് വലിയ ബോണ്ട് ഇല്ലാത്തവര്, ഫാമിലിയിൽ ഇപ്പൊ പാരന്റ്സ് ആയിട്ട് പ്രശ്നങ്ങൾ ഉള്ളവര്, അതുപോലെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഇല്ലാത്തവരൊക്കെ സബ്സ്റ്റൻസ് അബ്യൂസിലേക്ക് പെട്ടെന്ന് പോകും. ഫാമിലി ആയിട്ട് നല്ല ബോണ്ട് ഉണ്ടാക്കുക, ഒരു പാരന്റ്സും കുട്ടികളും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക, അതുപോലെ തന്നെ അവർക്ക് എപ്പോഴും ഒരു അറ്റൻഷൻ കൊടുക്കുക, അവരെ ഈ സബ്സ്റ്റൻസ് അബ്യൂസസിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക, അതിനെക്കുറിച്ച് എഡ്യൂക്കേറ്റ് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾക്ക് നല്ല കൗൺസിലിങ്ങും തെറാപ്പികളും കൊടുത്ത് പ്രിവെന്റ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇതിനുള്ള ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അടുത്തതായിട്ട് അഡോളസൻസ് നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഡിപ്രഷൻ ആൻഡ് സൂയിസൈഡ്. നമുക്കറിയാം ഇന്ന് ഏറ്റവും കൂടുതൽ സൂയിസൈഡൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അഡോളസൻസ് ഏജിലുള്ള കുട്ടികളുടേതാണ്. അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത്. മെന്റലി ഏറ്റവും അധികം അവർ വീക്കായി നിൽക്കുന്ന സമയമാണ് അഡോളസൻസ് എന്നുള്ളത്. അതിന് പല കാരണങ്ങളുണ്ട്. അതിലൊന്നാണ് ഐഡന്റിറ്റി ക്രൈസിസ്. ചില സമയത്ത് മുതിർന്ന ഒരാളെ പോലെയും അതുപോലെ മറ്റു ചില സമയത്ത് ചെറിയ കുട്ടികളെ പോലെയും അവരെ ട്രീറ്റ് ചെയ്യുന്നത് താനിപ്പോ വലുതാണോ അതോ ചെറുതാണോ എന്നുള്ള ഒരു ഐഡന്റിറ്റി ക്രൈസിസിലേക്ക് അവരെ നയിക്കും. ഇത് അവരെ മെന്റലി വളരെ വീക്കാക്കുന്നതിന് കാരണമാകും. അടുത്തൊരു കാരണമാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസസ്. സോഷ്യൽ മീഡിയ വളരെയധികം ഇൻഫ്ലുവൻസ് ഇന്ന് അഡോളസൻസിൽ ചെലുത്തുന്നുണ്ട്. അതുമായി ബന്ധമുള്ള തന്നെയാണ് ലോൺലിനെസ് എന്നുള്ളത്. ഇന്ന് സോഷ്യൽ മീഡിയ കാരണം ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ വളരെയധികം കുറവാണ്. ഏറ്റവും കൂടുതൽ മീഡിയയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. ഇത് അവരെ ലോൺലിനെസ്സിലേക്കും ആ ലോൺലിനെസ് പിന്നീട് ഡിപ്രഷനിലേക്കും നയിക്കും. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നുമുള്ള സൈബർ അറ്റാക്സ്, സൈബർ ബുള്ളിങ്, ഇത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും അവരെ ഡിപ്രഷനിലേക്കും ആ ഡിപ്രഷൻ പിന്നീട് സൂയിസൈഡിലേക്കും നയിക്കും. ഇത്തരത്തിൽ അഡോളസൻസിലുള്ള ഡിപ്രഷൻ ആൻഡ് മെന്റൽ ഹെൽത്തിനെ കുറിച്ചിട്ടുള്ള എഡ്യൂക്കേഷനും അവയർനെസ്സും അവർക്ക് നൽകുക, മെന്റൽ ഹെൽത്തുമായിട്ടുള്ള ഒരു ഓപ്പൺ കോൺവെർസേഷൻ അവരുമായി നടത്തുക, അതുപോലെ തന്നെ അവർക്ക് മെന്റൽ ഹെൽത്ത് സർവീസസ് ലൈക്ക് എന്താ പറയുക കൗൺസിലിംഗ്, തെറാപ്പി ഇവയൊക്കെ നൽകുക, അതുപോലെ മെഡിറ്റേഷൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാൻ എത്രത്തോളം ഹെൽപ്പാണെന്നുള്ളതൊക്കെ അവരെ ബോധ്യപ്പെടുത്തുക. ഇതൊക്കെയാണ് നമുക്ക് ഇതിന്റെ ഒരു ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അഡോളസൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അടുത്തതായി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് സൈബർ ക്രൈംസ്, പിന്നെ അതിന്റെ ട്രീറ്റ്മെന്റ്, പിന്നെ അതിന്റെ സപ്പോർട്ട്. എന്താണ് സൈബർ ക്രൈംസ്? These are the crimes that occur by the use of internet, social media and computer. എന്താണ് പറയുന്നത്? സൈബർ ക്രൈംസ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയുടെയോ അല്ലെങ്കിൽ ഇന്റർനെറ്റിന്റെയോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെയോ അമിതമായ അനാവശ്യമായ ഉപയോഗം മൂലം ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളെയാണ് സൈബർ ക്രൈംസ് എന്ന് പറയുന്നത്. അത് കൂടുതലായും കണ്ടുവരുന്നത് നമ്മുടെ അഡോളസൻസ് പീരീഡിലാണ്. കാരണം അഡോളസൻസ് പീരീഡിലെ കുട്ടികൾക്ക് അത് നല്ല രീതിയിൽ എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതിനെ കുറിച്ചുള്ള ഒരു ഐഡിയ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ സൈബർ ക്രൈംസിൽ തന്നെ ഒരു 3 സൈബർ ക്രൈംസിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തെ ഓൺലൈൻ ഹറാസ്മെന്റ്, വേറൊന്ന് ഐഡന്റിറ്റി തെഫ്റ്റ്, അടുത്തത് പ്രൈവസി. അടുത്തതായിട്ട് നമ്മൾ അതിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് ഓൺലൈൻ ഹറാസ്മെന്റ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ഇതിൽ ഓൺലൈൻ ഹറാസ്മെന്റിൽ വരുന്ന ക്രൈമുകളാണ് സൈബർ ബുള്ളിയിങ്, ട്രോളിംഗ്, അതുപോലത്തെ മറ്റ് സൈബർ ഹറാസ്മെന്റ്സ്. ഇതിൽ സൈബർ ബുള്ളിയിങ് എന്ന്
ഒരുപാടായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ട്രോളിംഗ്. ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ തുറന്നാൽ തന്നെ ഒരുപാട് ട്രോളിംഗ് നമ്മുടെ അഡോളസൻസ് പീരീഡിലുള്ള കുട്ടികൾക്കെതിരെയാണ് ഒരുപാട് ട്രോളിംഗ്. അതായത് അവരെ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് അവരുടെ ലാംഗ്വേജിനെ ഷെയിം ചെയ്തുകൊണ്ടൊക്കെ ഒരുപാട് ട്രോളിംഗ് കണ്ടുവരുന്നുണ്ട്. അതിൽ വേറൊന്നാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ ക്യാൻ ബി ടാർഗറ്റ് ഫോർ ഐഡന്റിറ്റി തെഫ്റ്റ് ആസ് പേഴ്സണൽ ഇൻഫർമേഷൻ ഈസ് ഓഫൺ ഷെയർഡ് ഓൺലൈൻ. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ഡാറ്റകൾ, അതായത് നമ്മുടെ ആധാർ, അതുപോലെ തന്നെ ഐഡന്റിറ്റി കാർഡ്, ഇലക്ഷൻ ID, അതുപോലത്തെ അതിലെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള നമ്മുടെ ഡാറ്റാസ് നമ്മുടെ അനുവാദമില്ലാതെ ഓൺലൈൻ വഴി ഷെയർ ചെയ്യുക. ഇതാണ് ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്തതായി പ്രൈവസിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാല് adolescents may not fully understand the implication of sharing personal information online leading to privacy violation. നമ്മുടെ അഡോളസൻസ് പീരീഡിലുള്ള കുട്ടികൾക്ക് നമ്മുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇന്റർനെറ്റ് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ഉള്ള അറിവില്ലാത്തത് കൊണ്ട് തന്നെ അവരുടെ പ്രൈവസി അവിടെ നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. അതായത് അവരുടെ പേഴ്സണൽ ഡാറ്റാസ്, അതുപോലെ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ എല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലൈവായിട്ടാണ് അവർ ഓപ്പൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടേതായിട്ടുള്ള ഒരു പ്രൈവസി ആയിട്ടുള്ള ലൈഫ് അവർക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സൈബർ ക്രൈംസ് നടക്കുന്നത് കൊണ്ട് തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ്സും ഒരുപാടുണ്ട്. അതിലൊന്നാമത്തെയാണ് മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് മീഡിയ ലിറ്ററസി സ്കിൽസ് is essential for navigating the complexities of social media. നമ്മുടെ മീഡിയ ലിറ്ററസിയെ കുറിച്ചുള്ള അവയർനെസ്, അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ എങ്ങനെ ഉപയോഗിക്കണമെന്നും അത് ഉപയോഗിച്ചാൽ എങ്ങനെ അനാവശ്യമായിട്ട് ഉപയോഗിച്ചാൽ നമ്മുടെ ലൈഫിനെ എത്രത്തോളം ബാധിക്കുമെന്നുള്ള ഒരു അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുള്ള മീഡിയ ലിറ്ററസി എന്ന് പറയുന്നത് നമ്മുടെ സാക്ഷരത, അതായത് ഈ ഓൺലൈൻ മാധ്യമങ്ങൾ എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ നല്ല രീതിയിൽ ഉപയോഗിക്കാം എന്നുള്ളതിനുള്ള ഒരു സാക്ഷരത കൊടുക്കുകയാണ് മീഡിയ ലിറ്ററസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തതാണ് ഹെൽത്തി ഹാബിറ്റ്സ്. Establishing healthy habits around social media use, such as setting limits and taking breaks and crucial. അതായത് നമ്മുടെ സോഷ്യൽ മീഡിയ അഡോളസൻസ് പീരീഡിലുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക ലിമിറ്റ് വെച്ച് കൊടുക്കാം. ഇത്ര നേരം മുതൽ ഇത്ര നേരം വരെ നമ്മുടെ ഫോൺ ഉപയോഗിക്കണം, അല്ലെങ്കിൽ നമ്മുടെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം എന്ന് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതുപോലെ തന്നെ അതിന് അത്യാവശ്യമായ ബ്രേക്ക് എടുക്കുക. എല്ലാ സമയവും സോഷ്യൽ മീഡിയയും ഫോണും കുട്ടികളുടെ കയ്യിൽ കൊടുക്കാതെ അതിനു വേണ്ടിയുള്ള ബ്രേക്ക് എടുത്തുകൊണ്ട് അതിനു വേണ്ടി മാത്രം കുറച്ച് സമയം, ഒരുപാട് സമയം അതിനു വേണ്ടി ഉപയോഗിക്കാതെ കുറച്ച് സമയം മാത്രം നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാൻ കുട്ടികൾക്ക് വേണ്ടി പറഞ്ഞു കൊടുക്കുക. അടുത്തതാണ് പ്രൊഫഷണൽ ഹെൽത്ത്. If an adolescent is struggling with mental health issues related to social media, seeking professional help is important. അതായത് ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതിലൂടെ നമ്മുടെ മെന്റലി ഇഷ്യൂസ് വരുന്ന കുട്ടികൾക്ക് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? കുട്ടികളെ ഒരു പ്രൊഫഷണൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അതായത് ഇതുപോലെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചത് കാരണം ഒരുപാട് പേര് ഡിപ്രഷൻ, അതുപോലെ തന്നെ സൂയിസൈഡ് ഇതിലേക്കൊക്കെ പോകാൻ ഇടയുള്ള കുട്ടികളെ നമ്മൾ സൈക്കാട്രിസ്റ്റ്, അതുപോലെ കൗൺസിലിംഗ് പോലുള്ള പ്രൊഫഷണൽ ഹെൽപ്പ് നമ്മൾ സീക്ക് ചെയ്യും. ഇങ്ങനെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചതിലൂടെ മെന്റൽ ഇഷ്യൂസ് വരുന്ന കുട്ടികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അതിനുള്ള സപ്പോർട്ടുകളാണ് ഒന്ന് റിസോഴ്സസ്, കൗൺസിലിംഗ്, തെറാപ്പി. റിസോഴ്സസ് എന്ന് പറയുന്നത് various resources are available to help adolescents navigate social media safely and responsibly. നമ്മുടെ സോഷ്യൽ മീഡിയ എങ്ങനെ സേഫ് ആയിട്ടും റെസ്പോൺസിബിൾ ആയിട്ടും ഉപയോഗിക്കാം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി കുട്ടികൾക്ക് ഒരുപാട് റിസോഴ്സസ് ഇന്ന് ലഭ്യമാണ്. അതിൽ അടുത്തതാണ് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ കൗൺസിലിംഗ് ക്യാൻ പ്രൊവൈഡ് എ സ്പേസ് ഫോർ adolescents to discuss their experiences with social media and develop coping mechanisms. അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് മെന്റലി ഇഷ്യൂസ് ഉള്ള അല്ലെങ്കിൽ മെന്റലി ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു അഡോളസൻസ് പീരീഡിലെ കുട്ടികൾക്ക് ചിലപ്പോൾ അവരുടെ എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ അവരുടെ പ്രൈവസി എല്ലാവരോടും തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരാളാവില്ല. അതിപ്പോ നമ്മുടെ പാരന്റ്സിനോടായാലും ഫ്രണ്ട്സിനോടായാലും എല്ലാവരും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാവില്ല. അങ്ങനെയുള്ള ഒരു കുട്ടിയെ നമുക്ക് ധൈര്യമായി ഒരു കൗൺസിലിംഗിന് കൊണ്ടുപോകാം. കാരണം കൗൺസിലിംഗിന് കൊണ്ടുപോകുന്ന ആ ഒരു കുട്ടിയെ മാത്രം ഇരുത്തിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ എക്സ്പീരിയൻസസ്, അതുപോലെ തന്നെ അവർ ഷെയർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും,
അവരനുഭവിച്ച ഓരോ അനുഭവങ്ങളും നമുക്ക് ധൈര്യമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കൗൺസിലിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആയിട്ട് വരുന്നതാണ് തെറാപ്പി. തെറാപ്പി can address underlying mental health issues that may be exacerbated by social media use. ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിലൂടെ മെന്റലി ഒരുപാട് ഡൗൺ ആയിട്ടിരിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ കൗൺസിലിംഗ് വഴിയോ റിസോഴ്സസ് വഴിയോ നമുക്ക് അതിൽ നിന്ന് പുറത്തു വരാൻ കഴിയില്ല. അങ്ങനെ പുറത്തു വരാൻ കഴിയാത്ത ഒരു കുട്ടിയെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു സൈക്യാട്രിസ്റ്റ് വഴിയോ അല്ലെങ്കിൽ ഈ മെന്റൽ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്ന മറ്റൊരു വിദഗ്ധനെ വഴിയോ തെറാപ്പി വഴിയോ നമുക്ക് എന്ത് ചെയ്യാം? മാറ്റിയെടുക്കാൻ കഴിയും. ഇങ്ങനെ ഇതിലൂടെയൊക്കെ പറഞ്ഞു വരുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ആവശ്യമില്ലാതെ ഉപയോഗിക്കുന്നതിലൂടെ ഒരുപാട് ക്രൈമുകൾ കണ്ടുവരുന്നുണ്ട്. ഇങ്ങനെ ക്രൈമുകൾ കണ്ടുവരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ അഡോളസൻസ് പീരീഡിലെ കുട്ടികൾക്കിടയിൽ ഒരുപാട് ഡിപ്രഷനായിട്ടും സൂയിസൈഡായിട്ടും ഒരുപാട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ സോഷ്യൽ മീഡിയ യൂസ് കുട്ടികളെ ഒരു ലിമിറ്റ് വെച്ച് ഉപയോഗിക്കാം. നമ്മുടെ മുന്നിലിരിക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കുട്ടികളെ അതിന്റെ ദൂഷ്യവശങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ ഈ സോഷ്യൽ മീഡിയയുടെ നല്ല വശങ്ങളും അതുപോലെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെ സോഷ്യൽ മീഡിയ യൂസ് വഴി മെന്റലി ഇഷ്യൂസ് ഉള്ള മെന്റലി ഡൗൺ ആയിട്ടുള്ള കുട്ടികളെ നമ്മൾ മാറ്റി നിർത്താതെ നമ്മുടെ കൂടെ ചേർന്ന് അവർക്ക് വേണ്ട ആവശ്യങ്ങളും ഇപ്പൊ പറഞ്ഞതുപോലെ കൗൺസിലിംഗ്, തെറാപ്പി ഇതൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് നമ്മുടെ ഇടയിൽ ഉണ്ടാകുന്ന സോഷ്യൽ ക്രൈംസ് ഒരുപാട് നല്ല രീതിയിൽ തന്നെ അത് മാറ്റി നിർത്താൻ വേണ്ടി നമുക്ക് കഴിയും.